ഹലോ. ഇന്ന് രാവിലെ നേരത്തെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഞാൻ തലേദിവസം രാത്രി കുറച്ച് റേസിൻസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ തന്നെ അതും ആ വെള്ളവും കൂടി കുടിക്കും. എല്ലാ ദിവസവും റേസിൻസ് ആയിരിക്കില്ല. ചില ദിവസം ഉലുവയൊക്കെ ആയിരിക്കും ഇട്ട് വെക്കുക. ചില ദിവസം ഞാൻ ഇടാൻ മറക്കും. അപ്പൊ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെഷവാരി ബിരിയാണിയാണ്. ഇതൊരു പാകിസ്ഥാനി സ്റ്റൈൽ ബിരിയാണിയാണ്. ശരിക്കിത് കറക്റ്റ് പാകിസ്ഥാനി സ്റ്റൈലില് ചെയ്യുമ്പോ ഇതില് കടല, അങ്ങനെ എന്തൊക്കെയോ നമ്മള് വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇടും. പക്ഷെ ഞാൻ എന്റെ ഒരു സ്റ്റൈലിലാക്കിയിട്ട് മാറ്റിയിട്ടാണ് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് മട്ടണിലും ബീഫിലും ഒക്കെ ചെയ്യും. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് സവോള, തക്കാളി, വെളുത്തുള്ളി, പിന്നെ കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സ്, പിന്നെ ഉപ്പും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഞാൻ ഏകദേശം 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ബീഫ് വേവിച്ച വെള്ളത്തിൽ തന്നെയാണ് അരിയും വേവിക്കാൻ പോകുന്നത്. അപ്പൊ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് ഞാൻ ഏകദേശം ഒരു 4.5 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ലാസ്റ്റ് നമ്മളിത് ഊറ്റി നോക്കി ആ വെള്ളത്തിന്റെ അളവനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ അരി ഇടുക. അപ്പൊ ഞാൻ ഏകദേശം 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഏകദേശം ഇതൊരു 12 വിസിലൊക്കെ അടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഉപ്മാവാണ്. ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഉപ്മാവ്. അപ്പൊ അതിന് വെളിച്ചെണ്ണ ചൂടാക്കി നെയ്യ് ഒഴിച്ച് കുറച്ച് കാഷ്യൂസ് വറുത്ത് കോരി മാറ്റി വെച്ചു. പിന്നെ ഇതിലേക്ക് കടല ഇട്ടിട്ട് കടല ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു. നമ്മുടെ കയ്യിൽ പൊട്ടുകടല ഉണ്ടെങ്കിൽ ഇടാം, ഉഴുന്ന് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. എൻ്റെ കയ്യിൽ ഉഴുന്ന് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് ഇടാൻ മറന്നു. സവോള, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, അതായത് നമ്മളെ കയ്യില് ബീൻസ് ഉണ്ടെങ്കിൽ അത് ഇടാം. അതൊന്ന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എല്ലായിടും ഒന്ന് ക്ലീൻ ആക്കി. അപ്പൊ ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ ലാസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. കുറേ നമുക്ക് വലിയൊരു പണി പോലെ തോന്നും. അപ്പൊ ഉള്ളത് അങ്ങനെ അങ്ങനെ എടുത്ത് വെക്കുകയാണ്, ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അപ്പൊ ഞാൻ അപ്പൊ അതൊക്കെ വൃത്തിയാക്കി. ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 1 ഗ്ലാസ് റവയാണ്. അപ്പൊ ഞാൻ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ കിഴങ്ങൊന്ന് വെന്ത് വരാനും എന്തായാലും കുറച്ച് സമയമെടുക്കും. അപ്പൊ ഈ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടി ഇട്ട് നമുക്കത് ഇളക്കി ഒരു 2 മിനിറ്റ് ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഞാനാണെങ്കിൽ ഇതിലേക്ക് കാഷ്യൂസ് ഇടാൻ മറന്നു. ലാസ്റ്റ് പിന്നെ കാഷ്യൂസ് ഇട്ടത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോയി. കുളിച്ച് വന്നപ്പഴേക്ക് രാവു എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം രാവുവിന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വാശിയാണല്ലോ. അപ്പൊ കുറച്ച് നേരം അവനായിട്ട് അങ്ങനെ ഇരിക്കും. പിന്നെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കി. ഇന്നാണെങ്കിൽ നമ്മളെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വരുന്നുണ്ട്. കുറച്ച് കച്ചറയൊക്കെ ആയിട്ട് കിടക്കുകയാണ് പുറത്തൊക്കെ. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട്. കുക്കറിന്റെ പ്രഷറൊക്കെ പോയപ്പോൾ ഞാൻ കുക്കറൊന്ന് തുറന്നു നോക്കി. അപ്പോൾ ബീഫ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ തന്നെയാണ് അരി വേവിക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടി അതിൽ കിടന്നിട്ട് ഒന്നും കൂടി വെന്തോളും. അപ്പൊ ഞാൻ ഇതിങ്ങനെ ഊറ്റി നോക്കിയപ്പോൾ നമ്മൾ 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചത് 5 ഗ്ലാസ് വെള്ളമായിട്ടുണ്ട്. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് ആണ് ഞാൻ വെള്ളത്തിന്റെ ഏകദേശം കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ആ 5 ഗ്ലാസ് മുഴുവൻ എടുത്തപ്പോഴും അരി വേവ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അരി വേവിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പൊ ആദ്യം തന്നെ കുറച്ച് നെയ്യും ഓയിലും ഒഴിച്ചിട്ട് സവോള നന്നായി വഴറ്റുക. നല്ല ഡാർക്ക് ഷെയ്ഡൊന്നും ആവണ്ട. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഗരം മസാലയുടെ പൊടിയും ഇട്ടിട്ട് അതൊന്നും അതിന്റെ പച്ചമണം മാറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളുടെ ബീഫ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇല്ലേന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, അരിക്കും കൂടിയുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അരി വേവിക്കുക. അപ്പൊ ഞാൻ ഇത് 1 വിസിൽ അടിച്ചു ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞ് ഇതിന്റെ പ്രഷർ പോയപ്പോൾ ഞാൻ അപ്പൊ തന്നെ ഓപ്പൺ ചെയ്തിട്ട് അത് വേറൊരു പാത്രത്തേക്ക് മാറ്റുക ചെയ്തത്. പിന്നെയും അതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് കൂടും.
പോയിട്ടേ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് കഴിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെയൊക്കെ കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. ഇനി അതും കൂടിയാണ് എനിക്ക് പണിയുള്ളത്. അപ്പോൾ കണ്ണേട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിച്ചു. ഞാൻ ചായ കുടിക്കുമ്പോഴും ഞാൻ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണോ കഴിക്കണതെന്ന് വിചാരിച്ചിട്ട് അവർ വന്നിട്ട് ഒന്ന് കഴിച്ചു നോക്കും. ഒന്നോ രണ്ടോ വായോ ഒന്ന് കഴിച്ചു നോക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ കണ്ട പോലെ ആകെ അലമ്പായി കിടക്കുകയായിരുന്നു. അപ്പോൾ ആളവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മിറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി അവിടെയുള്ള ചപ്പും ചവറൊക്കെ ഞാൻ തട്ടിയിട്ട് ഞാൻ ക്ലീനാക്കി. അതിൻ്റെ ഇടയിൽ കുഞ്ഞി എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എനിക്ക് പണി ഇരട്ടിപ്പണിയാക്കി തരണമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരേനെയും കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി പിന്നെ അവർക്ക് ഫുഡ് കൊടുത്ത് പിന്നെ അവരെ ഉറക്കുക. ഇങ്ങനെയാണ് ഞങ്ങളൊരു റുട്ടീൻ. ഉച്ചയായപ്പോഴേക്ക് ആൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക്കും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഡപ്പകളൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു കവറിലാക്കിയിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. ഇനി ഇങ്ങനെ പാട്ടൊക്കെ എടുക്കുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അവരും ഈ പെശുവാരി ബിരിയാണി തന്നെ കഴിച്ചത്. കുഞ്ഞിക്ക് ബീഫ് അങ്ങനെ കൊടുത്തിട്ടില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. രാവുവിന് പിന്നെ കുറച്ചൊക്കെ കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും ഉറക്കി. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാനും അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഉറങ്ങി. വൈകുന്നേരം ആയപ്പോൾ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കുറച്ച് നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ രാവിലത്തെ ആ ഉപ്മാവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കൊടുത്തു അവർക്ക്. കുറച്ച് ഞാനും കഴിച്ചു. പിന്നെ അവർക്ക് ഇനി നൈറ്റിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. ഞങ്ങളെന്തായാലും പെശുവാരി തന്നെ കഴിക്കുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്രീമി പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പംകിനും ക്യാരറ്റും കാഷ്യൂസും കൂടിയിട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഇതാണെങ്കിൽ ഇവർക്ക് കുറച്ചൊക്കെ ഒരു ഇഷ്ടമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവുണ്ണിക്ക് ഇഷ്ടമാണ്, രാവുണ്ണി കുറച്ചൊക്കെ കഴിക്കും. പക്ഷെ കുഞ്ഞിക്ക് അത്ര വലിയ താല്പര്യം പൊതുവേ ഒരു ഫുഡിനോടും ഇല്ല. പിന്നെ കുറച്ചൊക്കെ ഇത് ഭേദമാണ്, കുറച്ചും കൂടിയൊക്കെ കഴിക്കും. പിന്നെ ഞാൻ ആ ഗ്യാപ്പിൽ അവിടെയൊക്കെ ക്ലീൻ ചെയ്യും. വൈകുന്നേരം ആകുമ്പോഴാണ് ഞാൻ വീട് മൊത്തം ക്ലീൻ ചെയ്യുക. അപ്പോൾ അവരുടെ ടോയ്സൊക്കെ അവിടെ ആകെ പരത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരെന്നെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് വെക്കും. അപ്പം ഞാൻ കുറച്ച് പാസ്ത ഓയിലും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണയും ബട്ടറും കുറച്ചിട്ടിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി നൈസായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് കളർ ചേഞ്ച് ആവരുത്. അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കുരുമുളക് പൊടി ഒറിഗാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കാം. കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പാസ്ത ഇട്ട് കൊടുക്കുക. ഇതാണെങ്കിൽ വീറ്റിൻ്റെ പാസ്തയാണ്. അപ്പോൾ മൈദേനേക്കാളും കുറച്ചുകൂടി ഹെൽത്തി അല്ലേ എന്ന് വെച്ചിട്ടാണ് വീറ്റിൻ്റെ വാങ്ങിയത്. അല്ലെങ്കിൽ ഞങ്ങൾ സെമോലിനയുടെയൊക്കെയാണ് പാസ്തയെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും ഇതേപോലെ വെച്ചു കൊടുത്തപ്പോൾ കുഞ്ഞിയെ കാണുന്നത് മുഴുവനൊന്നും കഴിച്ചിട്ടില്ല, ബാക്കി ഞാനാണ് കഴിച്ചത്. എന്നാലും കുറച്ചൊക്കെ പകുതിയൊക്കെ അവൾ കഴിച്ചു.
ഇത് രാവുണ്ണിക്ക് ഏകദേശം 1.5 വയസ്സൊക്കെ ഉള്ള സമയത്ത് വാങ്ങിയിട്ടുള്ള കാർഡ്സ് ആണ്. ഇതിൽ ഏകദേശം 12 13 സെറ്റ് ഉണ്ട്. ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറച്ച് ഓരോന്ന് പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കും. രാവുണ്ണി ഇനിയിപ്പോൾ 1 വർഷം കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ സ്കൂളിൽ പറഞ്ഞയക്കാനായി. അപ്പോൾ അവന് ABCD ഒക്കെ എഴുതിയിട്ടും എഴുതിക്കില്ല, ഞാൻ എഴുതിയിട്ട് അവനെങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ ഓരോന്ന് പറയും. പിന്നെ അവന് കുറേ സ്ക്രിബിൾ ചെയ്യും, കുറേ ബുക്കിൽ അതും ഇതൊക്കെ വരച്ചിടും. അങ്ങനെയൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കും. പിന്നെ കാർഡ് കാണിച്ചിട്ട് ഓരോന്ന് എന്താ ഇത് ഏതാന്നൊക്കെ ചോദിക്കും. അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കാൻ പറയുമ്പോൾ സൗണ്ടൊക്കെ അവർ ചെയ്തു തരും. അപ്പോൾ കുഞ്ഞും അവൻ്റെ കണ്ടിട്ട് ഇപ്പോൾ കുറേയൊക്കെ അവൾ പഠിച്ചിട്ടുണ്ട് ഓരോന്ന് പറയാനൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.